Hi, question number 20. Yes, a thin prism P1 with angle 4 degree. Thin prism, thin prism made of glass having refractive index 1.54 is combined with another prism P2 refractive index 1.72 to get dispersion without deviation. Oh, that's important. അപ്പോൾ ഡിസ്പേർഷൻ വിത്തൗട്ട് ഡീവിയേഷൻ. അപ്പോൾ ഡീവിയേഷൻ ഉണ്ടായത്. അപ്പോൾ നമുക്കറിയാം അത്തരം കോമ്പിനേഷനിൽ ദ പ്രിസം മസ്റ്റ് ബി അറേഞ്ച്ഡ് വൺ ഇൻവേർട്ടഡ് ടു ദി അതർ അല്ലേ. ഒരു പ്രിസം ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ രണ്ടാമത്തെ പ്രിസം എങ്ങനെ വെക്കണം? ഈ രൂപത്തിൽ വേണം സെക്കൻഡ് പ്രിസം നമ്മൾ വെക്കാൻ, ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് എ ഡാഷ്. ഓക്കെ, അപ്പോൾ ആ എ ഡാഷാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് A1 A2 എന്ന് എടുത്താൽ മതി. ഇവിടെ അങ്ങനെയാണല്ലോ തന്നിട്ടുള്ളത്. ഓക്കെ, A1 A2. യെസ്. അപ്പോൾ ഡീവിയേഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തിൻ പ്രിസത്തിൻ്റെ സ്മോൾ ആംഗിൾഡ് പ്രിസത്തിൻ്റെ ഡീവിയേഷൻ്റെ ഇക്വേഷനാണ് DC = n-1 × A. ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ D1 + D2 മസ്റ്റ് ബി 0 ആയിരിക്കണം. അപ്പോൾ D1 എന്താ? n1 - 1 × A പ്ലസ്, പക്ഷേ ഇൻവേർട്ടഡാ വെച്ച്. അപ്പോൾ പ്ലസ് പിന്നെ ഒരു മൈനസ് വരും. അപ്പം മൈനസ് n2 - 1 × A2 = 0. ഇനി n1 നോക്കൂ, ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് 1.54 - 1 × 4 ഡിഗ്രി മൈനസ് n2 1.72 - 1 × A2 = 0. റെഡിയല്ലേ? റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 1.54 - 1 0.54 0.54 × 4 16 ബാക്കി 1 4 20 21. അപ്പോൾ 2.16 = അവരങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 1.72 അപ്പോൾ 0.72 0.72 A2. That is A2 is equal to 216 divided by 72. 216 divided by 72 3 അല്ലത് 2 3 6 yes 3. Therefore the answer is 3 degree. 3 degree is the right answer. സിമ്പിൾ അല്ലേ അത്? പക്ഷെ അറിയേണ്ടത് എന്താണ്? ഡീവിയേഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരാൾ ഉണ്ടാക്കിയ ഡീവിയേഷൻ D1 ഉം രണ്ടാമത്തെ ആൾ ഉണ്ടാക്കുന്ന ഡീവിയേഷൻ D2 ആണെങ്കിൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 0. ഓക്കെ, ഞാൻ തല തിരിച്ചിട്ട് എന്താണുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം ഇവിടെ ഇത് കേട്ടാ റിവേഴ്സിലേ വെച്ച്. അപ്പോൾ അതാണ് ഇതിൻ്റെ ലോജിക്ക് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. ഇതെന്താ? സ്മോൾ ആംഗിൾഡ് പ്രിസത്തിൻ്റെ തിൻ പ്രിസത്തിനുള്ള ഡീവിയേഷൻ്റെ ഇക്വേഷനാണ്. യെസ്, ദാറ്റ്സ് ഇറ്റ്.